ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് ഞാൻ ചെയ്തത് ശിശുദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് വീഡിയോസ് ആണ്. അത് കാണാത്തവർക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും കാണണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലോ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ചെറിയൊരു ജീവചരിത്ര കുറിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൂല്യബോധമുള്ള രാഷ്ട്രീയക്കാരനും വിവേകമതിയായ രാജ്യതന്ത്രജ്ഞനും അതുല്യ എഴുത്തുകാരനുമായിരുന്ന ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. ആകർഷകമായ വ്യക്തിത്വം, ഉജ്ജ്വലനായ വാഗ്മി, നിസ്വാർത്ഥതയുടെ ആൾരൂപം, മതേതര നേതാവ്, സ്വതന്ത്ര ചിന്താഗതിക്കാരൻ, മാനവികതയുടെ ഉപാസകൻ, സോഷ്യലിസത്തിന്റെ വക്താവ് എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾ നെഹ്റുവിനുണ്ട്. ഉന്നത കുലജാതനായ നെഹ്റു വീട്ടിലിരുന്നാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ പഠിച്ചത്. 16-ാമത്തെ വയസ്സിൽ ലണ്ടനിലേക്ക് പോയ നെഹ്റു ഹാരോ സ്കൂളിൽ പഠിക്കുകയും പിന്നീട് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ഉന്നത വിദ്യാഭ്യാസം നേടുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം നിയമബിരുദമെടുത്തു. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നെഹ്റുവിന് ഇന്ത്യയിൽ തിരക്കേറിയ പ്രാക്ടീസ് നേടാമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ നയങ്ങളും സിദ്ധാന്തങ്ങളും അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. സമ്പന്നരായിരുന്ന തന്നെ മാതാപിതാക്കൾ നൽകിയ ജീവിത സമൃദ്ധിയും താമസിക്കാനുള്ള കൊട്ടാര സദൃശ്യമായ വീടും പരിചാരകരും ഒന്നും തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള നെഹ്റുവിന്റെ തീരുമാനത്തിന് തടസ്സമായിരുന്നില്ല. നിരവധി തവണ നെഹ്റുവിന് കാരാഗൃഹവാസം അനുഭവിക്കേണ്ടതായി വന്നു. പുസ്തക പാരായണത്തോട് നെഹ്റുവിനുണ്ടായിരുന്ന ഔത്സുക്യം പ്രസിദ്ധമാണ്. ജയിലിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കോ അഭിരുചിക്കോ അനുസൃതമായ പുസ്തകങ്ങൾ കിട്ടിയിരുന്നില്ല. ശുദ്ധവായുവില്ലായ്മ, വെളിച്ചക്കുറവ് ഇവയെല്ലാം അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചു. അതിന്റെ ഫലം ദയനീയവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാരം ക്രമേണ കുറഞ്ഞു വന്നു. ആ വിരസതയ്ക്ക് തടവറയിലെ ഏകാന്തത ആക്കം കൂട്ടി. തന്റെ ഏകപുത്രി ഇന്ദിരക്ക് കത്തെഴുതുക മാത്രമായിരുന്നു നെഹ്റുവിന് സമയം ചെലവഴിക്കാനുണ്ടായിരുന്ന ഏക മാർഗം. അത് അദ്ദേഹത്തിന് കുറച്ചൊക്കെ ആശ്വാസം പകർന്നു. ജയിലിലെ യാതനകൾക്കിടയിൽ ഒരു നാൾ തന്റെ ഭാര്യയുടെ ആരോഗ്യം അതിവേഗം തകരാറിലായിക്കൊണ്ടിരിക്കുന്നുവെന്ന വാർത്ത നെഹ്റുവിനെ തേടിയെത്തി. ആഴ്ചയിലൊരിക്കൽ തനിക്ക് ഭാര്യയെ സന്ദർശിക്കാൻ അനുമതി നൽകണമെന്ന നെഹ്റുവിന്റെ അപേക്ഷ അധികാരികൾ അനുവദിച്ചെങ്കിലും അത് ഉടൻ നടപ്പായില്ല. 1 മാസത്തിനു ശേഷമാണ് അത് നടപ്പിൽ വന്നത്. കൂനിന്മേൽ കുരുവെന്ന പോലെ നെഹ്റുവിന്റെ മാതാവിന് പക്ഷാഘാതമുണ്ടായി. തന്റെ രോഗിയായ ഭാര്യയുടെയും അബോധാവസ്ഥയിൽ കിടക്കുന്ന മാതാവിന്റെയും ചിത്രങ്ങൾ നെഹ്റുവിന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. വളരെ പ്രയാസങ്ങൾ അതിജീവിച്ച് അദ്ദേഹം ജയിൽവാസം തള്ളി നീക്കി. അനേക വർഷങ്ങൾ നെഹ്റു ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും കുറച്ചുകാലം കാരാഗൃഹവാസം അനുഭവിക്കേണ്ടി വന്നു. നെഹ്റുവിന് ലഭിച്ച ഏക ആശ്വാസം വളരെ അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾ എഴുതുവാൻ ജയിൽ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയും ഇന്ത്യയെ കണ്ടെത്തൽ എന്ന വിഖ്യാത ഗ്രന്ഥവും ഇക്കാലത്താണ് രചിക്കപ്പെട്ടത്. അദ്ദേഹത്തിലെ സാഹിത്യ പ്രതിഭയുടെ തിളക്കം ഈ 2 ഗ്രന്ഥങ്ങളിലും ദൃശ്യമായിരുന്നു. ഭാരതം സ്വതന്ത്രമാകുന്നതുവരെ ദേശഭക്തിയിൽ പിടിച്ചു നിന്ന് പോരാടാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ലക്നൗ, നൈനിറ്റാൽ, അൽമോറ, അഹമ്മദ്നഗർ എന്നിവിടങ്ങളിലെ ജയിലുകളിലായിരുന്നു നെഹ്റുവിന്റെ തടവ് ജീവിതം. അശ്വാരൂഢ പോലീസിന്റെ ലാത്തിയടിക്കും അദ്ദേഹം വിധേയനായിട്ടുണ്ട്. 1964 മെയ് 27 രാജ്യം വിറങ്ങലിച്ചു നിന്ന ദിവസമായിരുന്നു. ഏഷ്യയുടെ പ്രകാശം കണ്ണു ചിമ്മി തന്റെ രാജ്യത്തെ ജനങ്ങളെ ആകമാനം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കാലയവനികൾക്കുള്ളിലേക്ക് മറഞ്ഞു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.